CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 16ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 9-നാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രോട്ടേം സ്പീക്കറായ G. സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 16ാം നിയമസഭയിലെ നിയുക്ത MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിരവധി കൗതുകകരമായ രംഗങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയിൽ ഊഷ്മളമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ടിവിയുടെ റിമോട്ട് നൽകാത്തതിന്റെ പ്രകോപനത്തിൽ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ 12 വയസ്സുകാരൻ ജീവനൊടുക്കി. തച്ചമ്പാറ മുതുകുർശി ഭഗവതിപ്പറമ്പിൽ പ്രമോദിന്റെ മകൻ പ്രദോഷാണ് മരിച്ചത്. മണ്ണാർക്കാട് കോട്ടപ്പുറത്ത് ചക്കയിടാൻ പ്ലാവിൽ കയറിയയാൾ താഴെ വീണ് മരിച്ചു. കോട്ടപ്പുറം കൂടന്തൊടി സ്വദേശി സുരേഷാണ് മരിച്ചത്. പതിനാറാം നിയമസഭയിലെ നിയുക്ത MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിരവധി കൗതുകകരമായ രംഗങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയിൽ ഊഷ്മളമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. മുഖ്യമന്ത്രി V.D. സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഫിഷറീസ് മന്ത്രിയും മുസ്ലിം ലീഗിന്റെ കളമശ്ശേരി ജനപ്രതിനിധിയുമായ V.E. അബ്ദുൽ ഗഫൂറാണ് 16ാം കേരള നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. വിവിധ ഭാഷകളിൽ അംഗങ്ങൾ സത്യവാചകം ചൊല്ലിയത് സഭയിൽ ശ്രദ്ധേയമായി. I, Ramesh Pishardi, having been elected a member of Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യരുടെ നടപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ജയ് ഹിന്ദ് ജയ് സംവിധാൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത്. I, Sandeep Warrior, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan. കൊട്ടാരക്കര MLA KN ബാലഗോപാൽ, VT ബൽറാം എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. VT ബൽറാം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഫിഷറീസ് മന്ത്രി V.E. അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമതായി പാറയ്ക്കൽ അബ്ദുള്ളയും മൂന്നാമതായി KM അഭിജിത്തുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഫാത്തിമ തഹ്ലിയ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ജനപ്രതിനിധി സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സഭയിൽ അവസാനമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി, ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ, പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം എന്നിവരും സത്യപ്രതിജ്ഞ ചൊല്ലി. P. മമ്മിക്കുട്ടി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും
സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. കെ പ്രേംകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. മുഹമ്മദ് മുഹ്സിൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. നജീബ് കാന്തപുരം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. ന്യൂസ് ഡെസ്ക് CCN. 16 നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 9-നാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രോട്ടേം സ്പീക്കറായ G. സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ശ്രീ പിണറായി വിജയൻ. പിണറായി വിജയനെ പേര് വിളിച്ച് ക്ഷണിച്ചപ്പോൾ ഡെസ്കിൽ കൈയടിച്ചാണ് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തെ എതിരേറ്റത്. പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പ്രോടൈം സ്പീക്കർ G. സുധാകരൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നീങ്ങി അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി. CPM വിട്ട് UDF പിന്തുണയോടെ MLA-മാരായ V. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് പിണറായി വിജയനെ അഭിവാദ്യം ചെയ്തു. ഇരുവരും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയന് കൈകൊടുത്തുകൊണ്ടായിരുന്നു തളിപ്പറമ്പിൽ നിന്നുള്ള TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. ഭരണനിരയിലുള്ളവർ കയ്യടികളോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. TK ഗോവിന്ദൻ മാസ്റ്റർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടായിരുന്നു പയ്യന്നൂരിൽ നിന്നും സഭയിലെത്തിയ V. കുഞ്ഞികൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിയത്. ഇരുവരും CPM-നോട് ഏറ്റുമുട്ടിയാണ് സഭയിലെത്തിയത്. ന്യൂസ് ഡെസ്ക് CCN. MLA ആയുള്ള സത്യപ്രതിജ്ഞയിലും പേരിനൊപ്പം പിതാവിന്റെ പേരായ ദാമോദര മേനോൻ ആവർത്തിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. ശ്രീ VD സതീശൻ. മാതാപിതാക്കളുടെ പേര് പറയുന്നത് അഭിമാനമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് MLA ആയുള്ള സത്യപ്രതിജ്ഞയിലും പിതാവിന്റെ പേര് കൂടി ചേർത്ത് സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ
നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് CCN. മണ്ണാർക്കാട് കോട്ടപ്പുറത്ത് ചക്കയിടാൻ പ്ലാവിൽ കയറിയാൽ താഴെ വീണ് മരിച്ചു. കോട്ടപ്പുറം കൂടൻതൊടി സ്വദേശി സുരേഷാണ് മരിച്ചത്. വീട്ടിലെ പ്ലാവിൽ ചക്കയിടാൻ കയറിയപ്പോൾ തെന്നി വീഴുകയായിരുന്നു. വീഴ്ചയിൽ താഴെ കിടന്നിരുന്ന കല്ലിൽ തലയടിക്കുകയായിരുന്നു. ഉടനെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KCB കരാർ തൊഴിലാളിയാണ്. CCN കടമ്പഴിപ്പുറം. ടിവിയുടെ റിമോട്ട് നൽകാത്തതിന്റെ പ്രകോപനത്തിൽ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ 12 വയസ്സുകാരൻ ജീവനൊടുക്കി. തച്ചമ്പാറ മുതുകുറിശി ഭഗവതിപ്പറമ്പിൽ പ്രമോദിന്റെ മകൻ പ്രദോഷാണ് മരിച്ചത്. പ്രദോഷ് TV കണ്ടുകൊണ്ടിരിക്കെ അമ്മ ടിവിയുടെ റിമോട്ട് ആവശ്യപ്പെട്ടതാണ് പ്രകോപനമായത്. തുടർന്ന് മുകൾ നിലയിലെ മുറിയിൽ പോയി ജീവനൊടുക്കുകയായിരുന്നു. ഈ സമയം അമ്മയും മകനും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. തച്ചമ്പാറ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പോലീസ് സംഭവം വിശദമായി അന്വേഷിച്ചു വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. CCN മണ്ണാർക്കാട്. കുളപ്പുള്ളിയിൽ ബസിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനായ മധ്യവയസ്കൻ മരിച്ചു. വാടനാംകുറിശി പറക്കുന്നത്ത് വീട്ടിൽ സുനിലാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. രാത്രി 8:30 കുളപ്പുള്ളി സഞ്ജീവനി ആശുപത്രിക്ക് സമീപത്തുള്ള വളവിലായിരുന്നു ദാരുണമായ ഈ അപകടം നടന്നത്. പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് കുളപ്പുള്ളിയിലെ വളവിൽ വെച്ച് മുന്നിൽ പോവുകയായിരുന്ന ഇരുചക്ര വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ചു. ഈ ശ്രമത്തിനിടയിൽ ബസ് ബൈക്കിൽ തട്ടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അപകട സമയത്ത് ബൈക്കിന്റെ പിൻസീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു സുനിൽ. അപകടത്തിൽ നിയന്ത്രണം വിട്ട ബസിന്റെ ചക്രത്തിനടിയിലേക്ക് തെറിച്ചുവീണ സുനിലിന്റെ ശരീരത്തിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ ഗുരുതരമായി പരിക്കേറ്റ സുനിലിനെ ഉടൻ തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ ഖാദർ ആൻഡ് മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ് പ്രസിഡന്റും പെരിന്തൽമണ്ണയിലെ സാമൂഹിക സാംസ്കാരിക കായിക മേഖലകളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന മണ്ണിൽ ഹസൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. പരേതനായ മാണി എന്ന കുഞ്ഞഹമ്മദിന്റെയും അമ്മനിക്കാട് കിഴക്കേത്തല പാത്തുമ്മക്കുട്ടിയുടെയും മകനാണ്. പുന്നിയക്കുറിശി കാരയിൽ സാറയാണ് ഭാര്യ. ഡോക്ടർ M നിഷാദ്, ഡോക്ടർ M മുഹമ്മദ് ജിംഷാദ്, ഡോക്ടർ M ജസീറ എന്നിവർ മക്കളാണ്. CCN പെരിന്തൽമണ്ണ. മാതൃദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ മദർ ആൻഡ് ചൈൽഡ് വിഭാഗമായ മെഡോറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി വിപുലമായ ചടങ്ങുകൾ ഒരുക്കിയത്. പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P ഉണ്ണീൻ നിർവഹിച്ചു. അമ്മത്തണൽ എന്ന വിഷയത്തിൽ പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ PMA ഗഫൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. അങ്ങനെ നോട്ട് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതിയ കുറച്ച് വരികളുണ്ട് ഉമ്മയെ കുറിച്ച്. ഞാൻ ആരെയും കാണിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ വരികൾ എനിക്ക് ഓർമ്മയുണ്ട്. ഉമ്മയില്ലെങ്കിൽ ഉണങ്ങിയ കെട്ടിടമാകും വീട്. വീട് എന്ന് പറയാൻ പിന്നെ പറ്റില്ല. ഒരു കെട്ടിടം വീടാകണത് എപ്പോഴാ? അവിടെ ഉമ്മ ഉണ്ടാകുമ്പോ. അതുകൊണ്ടല്ലേ ഹോസ്റ്റലിലെ വീട് എന്ന് പറയില്ലല്ലോ. അതിന് ഹോസ്റ്റലിനെ പറയുള്ളൂ, അവിടെ ഉമ്മയില്ലല്ലോ. ഉമ്മയില്ലെങ്കിൽ അങ്ങനെ ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്. തുടർന്ന് ബോധവൽക്കരണ ക്ലാസ്, സംവാദം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. വിവിധ പഞ്ചായത്തുകളിലെ വനിതാ അധ്യക്ഷന്മാർ, കുടുംബശ്രീ പ്രവർത്തകർ, മെമ്പർമാർ, വുമൺസ് വേവ് പ്രവർത്തകർ, ആശാവർക്കർമാർ, കിംസ് അൽഷിഫയിൽ പ്രസവം കഴിഞ്ഞ അമ്മമാർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങി 300-ലധികം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ നയൻതാര, പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ, ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ മേധാവി ഡോക്ടർ നിഷ എന്നിവർ സംസാരിച്ചു. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ വത്സാബി ജോർജ്, ഡോക്ടർ ബുഷറ, കൺസൾട്ടന്റ് ഒബ്സ്ട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ്, പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ അശ്വൻ അശോക്, നിയാനാറ്റോളജിസ്റ്റ് ഡോക്ടർ സഹീർ, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ്,
പീഡിയട്രീഷ്യൻ ഡോക്ടർ നുവൈസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപം കാറിനുള്ളിൽ ചേര കയറിക്കൂടിയത് യാത്രക്കാരെ ഏറെ നേരം പരിഭ്രാന്തരാക്കി. സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പർച്ചേസിനായി എത്തിയ വ്യക്തിയുടെ വാഹനത്തിലാണ് പാമ്പ് കയറിയത്. കാറിനുള്ളിൽ പാമ്പിനെ കണ്ടതോടെ യാത്രക്കാർ ഭയന്നോടുകയും ഉടൻ തന്നെ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിൽ വിവരമറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ ട്രോമാ കെയർ പ്രവർത്തകരും വനസംരക്ഷണ സമിതി അംഗങ്ങളും ഉടനടി സ്ഥലത്തെത്തി. കേരള വനം വകുപ്പ് സർപ്പ റെസ്ക്യൂവറും മങ്കട സ്റ്റേഷൻ യൂണിറ്റ് ലീഡറുമായ ഫവാസ് മങ്കടയുടെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഏറെ നേരത്തെ കഠിന ശ്രമത്തിനൊടുവിലാണ് കാറിന്റെ മറഞ്ഞിരുന്ന ഭാഗങ്ങളിൽ നിന്നും ചേരയെ സുരക്ഷിതമായി പുറത്തെടുത്തത്. CCN പെരിന്തൽമണ്ണ. കഴിഞ്ഞ SSLC പരീക്ഷയിൽ പെരിന്തൽമണ്ണ സായി സ്നേഹ തീരത്തിൽ നിന്നും പരീക്ഷ എഴുതിയ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉന്നത വിജയം നേടി. ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായി പെരിന്തൽമണ്ണയിലെ പൊതുസമൂഹം ഒത്തുചേർന്നു. പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. സായി സ്നേഹതീരം പ്രസിഡന്റ് KP രാമചന്ദ്രൻ അധ്യക്ഷനായി. സായി സ്നേഹതീരം രക്ഷാധികാരികളായ മുൻ MLA V ശശികുമാർ, പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർമാൻ MP മുഹമ്മദ് ഫസൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നാലകത്ത് ബഷീർ, ഹുസൈന സക്കീർ, ഖദീജ, വാർഡ് കൌൺസിലർ മൻസൂർ നെച്ചിയിൽ, PP വാസുദേവൻ, പത്മ K കുട്ടി, ഇമേജ് ഹുസൈൻ, സായി സ്നേഹതീരം കോർഡിനേറ്റർ KR രവി, ഡോക്ടർമാരായ ഷാജി അബ്ദുൽ ഗഫൂർ, കൊച്ചു S മണി, നിലാർ മുഹമ്മദ്, വേണുഗോപാൽ, P കൃഷ്ണദാസ്, സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം, ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് വർഗീസ് മാനത്തുമംഗലം, രമേശ് കോട്ടായപ്പുറത്ത്, അഡ്വക്കേറ്റ് സതീഷ്, ആശ്രയ പ്രസിഡന്റ് ഫാദർ വിക്ടർ, മേലാറ്റൂർ രവിവർമ്മ, ജാൻസൺ അൽഷിഫ, ഉമ, സക്കീർ ഹുസൈൻ, KS ഗോപാലകൃഷ്ണൻ, രാജേഷ്, രാജു എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്ക് വിവിധ സംഘടനകളുടെ വക ഉപഹാരങ്ങളും നൽകി. CCN പെരിന്തൽമണ്ണ. കേന്ദ്ര സർക്കാർ നിരന്തരമായി പെട്രോൾ, ഡീസൽ, പാചകവാതക ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ CITU മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മലപ്പുറം CITU ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം CITU നേതാവ് കബീർ ഉദ്ഘാടനം ചെയ്തു. CCN മലപ്പുറം. വളാഞ്ചേരി നഗരസഭാ പരിധിയിൽ അനധികൃതമായി മാലിന്യജലം തള്ളുന്നതിനെതിരെ പരാതി നൽകിയ NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആബിദ് തങ്ങൾക്കെതിരെ വധഭീഷണിയെന്ന് പരാതി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് NCP ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വളാഞ്ചേരി നഗരസഭയിലെ പെരിന്തൽമണ്ണ റോഡിനോട് ചേർന്നുള്ള തോട്ടിലേക്കും ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കുമാണ് ചില ഹോട്ടലുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യജലം ടാങ്കർ ലോറികളിൽ അനധികൃതമായി തള്ളുന്നത് പരാതി നൽകിയതിന് പിന്നാലെ ആബിദ് തങ്ങൾക്കെതിരെ ഭീഷണി സ്വഭാവമുള്ള ഫോൺ കോളുകളും സമ്മർദ്ദ ശ്രമങ്ങളും ഉണ്ടായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസഹനീയമായ രീതിയിലുള്ള ദുർഗന്ധം അനുഭവപ്പെടുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും അതുപോലെ തന്നെ വളാഞ്ചേരി പോലീസ് SHOക്കും ഒക്കെ കൃത്യമായ രീതിയിലുള്ള തെളിവ് സഹിതമുള്ള പരാതി സമർപ്പിക്കുകയുണ്ടായി. 18/5/2026 മിനിഞ്ഞാന്ന്. ഇന്നു വരെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമായ വസ്തുതയാണ്. ഇമ്മീഡിയറ്റ് എഫക്റ്റായി അത് നിർവഹിക്കേണ്ട ഒരു കാര്യം എന്തിൻ്റെ ഒരു പേരിൽ, എൻ്റെ താല്പര്യത്തിൻ്റെ പേരിൽ അത് ഒതുക്കി തീർക്കാനുള്ള ഒരു പദ്ധതിയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും. വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ, നഗരസഭ സെക്രട്ടറി, നഗരസഭ ചെയർപേഴ്സൺ, വളാഞ്ചേരി SHO, കേരള മുഖ്യമന്ത്രി, DGP, മലപ്പുറം SP എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആബിദ് തങ്ങൾ, NYC സംസ്ഥാന പ്രസിഡന്റ് CK ഷംനാസ്, LYC സംസ്ഥാന പ്രസിഡന്റ് എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. ഭീമനാട് നാട്ടുകൽ റോഡിലെ ചേപ്പിലായി ഭാഗത്ത് പാടശേഖരങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ പ്രദേശത്തുകാർ കടുത്ത ദുരിതത്തിലായി.
ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ജനവാസ മേഖലയോട് ചേർന്ന പാടശേഖരത്ത് വലിയ അളവിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രധാന നീരുറവയുള്ള ഭാഗത്തേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടിട്ടുള്ളത് എന്നത് വലിയ തോതിലുള്ള ആരോഗ്യ ഭീഷണിയും ആശങ്കയുമാണ് പ്രദേശത്ത് സൃഷ്ടിക്കുന്നത്. പാടശേഖരത്ത് പരന്നുകിടക്കുന്ന മാലിന്യം സമീപത്തെ മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് പടർന്നു പിടിക്കാൻ സാധ്യതയേറെയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. പകൽ സമയങ്ങളിൽ ഏറെ തിരക്കുള്ള റോഡായതിനാൽ പുലർച്ചെയുള്ള സമയം നോക്കിയാണ് സാമൂഹിക വിരുദ്ധർ വാഹനം കൊണ്ടുവന്ന് മാലിന്യം തള്ളിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുൻകാലങ്ങളിലും രാത്രിയുടെ മറവിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തി ഇവിടെ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നിരീക്ഷണത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നതാണ്. മേഖലയിലെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്തി അവർക്കെതിരെ അടിയന്തരമായും ശക്തമായും നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16ാം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമാജികർ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 9-നാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചത്. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. പ്രോടേം സ്പീക്കറായ G. സുധാകരനാണ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 16ാം നിയമസഭയിലെ നിയുക്ത MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നിരവധി കൗതുകകരമായ രംഗങ്ങൾക്ക് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയപ്പോൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭയിൽ ഊഷ്മളമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ടിവിയുടെ റിമോട്ട് നൽകാത്തതിന്റെ പ്രകോപനത്തിൽ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ 12 വയസ്സുകാരൻ ജീവനൊടുക്കി. തച്ചമ്പാറ മുതുകുർശി ഭഗവതിപ്പറമ്പിൽ പ്രമോദിന്റെ മകൻ പ്രദോഷാണ് മരിച്ചത്. മണ്ണാർക്കാട് കോട്ടപ്പുറത്ത് ചക്കയിടാൻ പ്ലാവിൽ കയറിയയാൾ താഴെ വീണ് മരിച്ചു. കോട്ടപ്പുറം കൂടന്തൊടി സ്വദേശി സുരേഷാണ് മരിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.